Every story has a beginning, but not every beginning to ordinary. സോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തുടക്കം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇപ്പം തുടക്കം കണ്ടിട്ട് വരുന്ന വഴിയാണ്. സോ എന്താ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗംഭീര ഒരു പടം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വിസ്മയ മോഹൻലാലിനെ വധിക്കുകയായിരുന്നു. കാരണം ഒരുപാട് റിപ്പോർട്ടർ ചാനൽസിലും ഒരുപാട് ഈ ന്യൂസ് ചാനൽസിലോട്ട് അവരെ അങ്ങ് കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ അറിയുന്നില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കുള്ള ഒരു ഒന്നൊന്നര അറിയിപ്പാണ് തുടക്കം. സോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആഷിഷ് ആന്റണി, സോ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ്. സംവിധായകൻ ജൂഡ് ആന്റണി. സോ ജൂഡ് ആന്റണി അറിയായിരിക്കും, 2018 ശേഷം വരുന്ന സിനിമയാണ്. സോ അദ്ദേഹത്തെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, റേഞ്ചൊക്കെ അറിയായിരിക്കും. ഗംഭീര പടം. 2 മണിക്കൂറോളം നമ്മളെ എന്താ പറയുക, വേറെ ലോകത്താക്കി മാറ്റി. ഒരു പക്കാ വിസ്മയം, ഗംഭീര വിസ്മയമായിപ്പോയി. വിസ്മയ മോഹൻലാലിനെ പോലെ തന്നെ വളരെ ഡിഫറെൻ്റ് ഒരു അനുഭവമായ ഈ സിനിമ. സോ ഇതിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ ഇതൊരു സാധാരണ കഥയാണ്. സാധാരണ കഥയ്ക്കപ്പുറം ഈ സിനിമ എങ്ങനെ സാധാരണപ്പെട്ടവൻ്റെ മനസ്സിൽ ഇടം പിടിക്കുന്ന എന്നുള്ളൊരു ഇൻസിഡൻ്റ് ആണ് ഈ സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത്. സോ ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ ഓരോ പ്രേക്ഷകരും എല്ലാവരും കാണേണ്ട സിനിമയാണ് കേട്ടോ ഇത്. കാരണം നല്ലൊരു പോയിന്റ് പറഞ്ഞു വെക്കുന്ന സിനിമയാണ്, നല്ല സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറിയിൽ കൂടി ഈ സിനിമ നമ്മളെ, അതായത് കഥാപാത്രമായ മിന്നു എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ, അതായത് വിസ്മയ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിലൂടെ നമ്മളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ വില്ലൻ, മറ്റൊരു സൈഡിൽ വില്ലനായി ആഷിഷ് ആന്റണി വന്നിട്ടുണ്ട്. സോ അദ്ദേഹം പെർഫോമൻസ് ആണ്. ഞാൻ സിനിമ കണ്ടപ്പോൾ വിചാരിച്ചു ഇദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഫിലിം ആയിരിക്കും ഇത്, ഇവർ രണ്ടുപേരുടെയും. സോ അമ്മാതിരി പെർഫോമൻസ് ആണ് രണ്ട് കഥാപാത്രങ്ങളും കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഇരുന്ന് പോകും. അതുപോലെ സ്ഥിരം നമ്മുടെ പോലീസ് ഓഫീസേഴ്സൊക്കെ, അതായത് മനോജ് കെ ജയന്, പിന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ, ടി ജി രവി, അങ്ങനെ ഒരുപാട് പഴയ ആർട്ടിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. സായി കുമാർ തുടങ്ങിയ അഭിനേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. സോ എന്നാലും എന്നെ വിസ്മയിപ്പിച്ചു. അവരൊന്നുമല്ല ഞാൻ നോക്കിയത്, ഞാൻ നേരെ നമ്മുടെ വിസ്മയ തന്നെയാണ് നോക്കിയത്. കാരണം അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ല കിണ്ണങ്കാച്ചി പെർഫോമൻസ് ആണ്. ഈ മറ്റേ ന്യൂസിലും ഒക്കെ കാണുന്ന പോലെ അങ്ങനെയല്ല. അവരുടെ ഒരു ശരിക്കും ചില ആളുകളുടെ പേഴ്സണാലിറ്റി ആയിരിക്കും അതങ്ങനെ. ഇപ്പം നമ്മൾ ഒരാളെ പോലെ എല്ലാവർക്കും സാധിക്കില്ലല്ലോ. എല്ലാവർക്കും പല പേഴ്സണാലിറ്റി, അവർ പല മൈൻഡും ഒക്കെ ഉള്ള ആളുകളൊക്കെ ഇല്ലേ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് ആവശ്യപ്പെടുന്ന സ്ത്രീകൾക്ക് വളരെ ആവശ്യം വരുന്ന ഒരു സ്റ്റോറി. ഞാൻ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഉണ്ടെങ്കിലും ഇതിൽ മനോജ് കെ ജയനുണ്ട്, സായി കുമാറുണ്ട്, നമ്മൾ കണ്ടുള്ള സ്ഥിരം കഥാപാത്രങ്ങളൊക്കെ തന്നെ, പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. സോ ഞാൻ രണ്ടുപേരെ മാത്രമേ ഫോളോ ചെയ്തുള്ളൂ ഈ പടത്തിൽ. മെയിനായിട്ട് വിസ്മയ, പിന്നെ നമ്മുടെ ആഷിഷ് ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ്. പെർഫോമൻസിനകത്ത് ഞാൻ കണ്ടപ്പോൾ തന്നെ ഇവർ ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്, അതിന് മുന്നേ ഈ സിനിമ ചെയ്തിട്ടുണ്ടോ എന്നൊരു ഫീൽ എനിക്ക് മനസ്സിലുണ്ടായി. കാരണം ഗംഭീര പ്രകടനം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു പോയിട്ടുണ്ട്. എനിക്ക് ഈ വിസ്മയ കണ്ടപ്പോൾ എവിടേക്കോ ലാലേട്ടൻ്റെ ഒരു ടച്ച് ഫീൽ ചെയ്തു പലയിടത്തും. സോ സ്വാഭാവികം, കാരണം പല സീക്വൻസിലും നമ്മുടെ ലാലേട്ടൻ ടച്ച് ഉണ്ട്. പിന്നെ എടുത്തു പറയുക, എല്ലാവരും പ്രകടനങ്ങൾ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡയറക്ടർ ജൂഡ് ആന്റണി, അറിയായിരിക്കും അദ്ദേഹത്തിന്റെ റേഞ്ച് എന്തുവെന്നുള്ളത്, ഏതൊക്കെ ഫ്രെയിം ഏതൊക്കെ രീതിയിൽ വെക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇത് ഏകദേശം തൊടുപുഴ ഭാഗത്തൊക്കെയാണെന്ന് തോന്നുന്നു കഥ നടക്കുന്നത്, കാരണം അവിടെയൊക്കെ നല്ല ഫ്രെയിംസ് ഒക്കെ കാണാറുണ്ട്. പിന്നെ സിനിമയിലെ ഹൈലൈറ്റ് ഒരു ഡോഗ്, പിന്നെ ഒരു കുട്ടിയുണ്ട്. സോ നമ്മൾ ഒരു എന്താ പറയുക, നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സിനിമയിൽ അവർ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളൊരു സ്ഥലത്തിലേക്ക് താമസം മാറി പോവാണെങ്കിൽ അവിടുത്തെ ആളുകളൊന്നും നമുക്ക് ചിലപ്പോൾ പരിചയപ്പെടുത്താം. നമ്മൾ കാണുന്ന ആളുകളെല്ലാം പുതിയ ആളുകളാണ്. നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ആളുകളെല്ലാം പുതുമ നിറഞ്ഞ ആളുകളായിരിക്കാം. സോ അവരുടെ ഒന്നും സ്വഭാവം നമുക്കറിയില്ല. പല നായ്ക്കളെ പോലുള്ള നടക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്, ഈ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിലുള്ള. അവർക്കൊക്കെ പറ്റിയ ഒരു സിനിമയാണ് കേട്ടോ. അവർക്കൊക്കെ കാണേണ്ട ഒരു സിനിമയാണെന്ന് ഞാൻ പറയാം. കാരണം നമ്മൾ ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വിസ്മയ മോഹൻലാലിനെ കുറേ പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരുടെയും പേഴ്സണാലിറ്റി രീതിയിലുള്ള കാര്യമാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്.
കാരണം അവരെന്തോ അവര് സംസാരിക്കുമ്പോൾ ഭയങ്കര ജാടയാണ്, ഭയങ്കര ഇതൊന്നും അല്ല. നിങ്ങൾ സ്ക്രീനിൽ വന്ന് വിസ്മയ കണ്ടു നോക്ക്. കാരണം തകർത്ത് വെച്ചിട്ടുണ്ട് ആ കഥാപാത്രം. അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രം നല്ല മനോഹരമായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും. കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ആളുകളാണ് പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു തുടക്കക്കാരൻ അഭിനേതാവാണ്. അവർക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന പല പല ഇപ്പം ആരായാലും നമുക്കൊരു നാണം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയാ, ഒരു സിനിമയുടെ സ്ക്രീനിലാണ് വരുന്നത്, ഒരു കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ്. അപ്പം എത്ര വലിയ കാശുണ്ടെങ്കിലും എത്ര വലിയ ഇതുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനകത്ത് ഒരു പൊള്ളൽ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവുമെന്നേ. കാരണം കുറെ ആളുകൾ ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള തോന്നലൊക്കെ അവരുടെ മനസ്സിലുണ്ടാവും. സോ ഗംഭീരമായിട്ട് വിസ്മയം പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയുക, സിനിമയുടെ ഫ്രെയിംസുകൾ ഞാൻ എപ്പോഴും പറയും നല്ല രസമുണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ട്. പിന്നെ ഫൈറ്റ് രംഗങ്ങൾ, പിന്നെ അറിയായിരിക്കും ഏട്ടൻ ഇതിനകത്തുണ്ട്, ഒരു ക്യാമിയോ റോളായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ച് രംഗങ്ങളിലൊക്കെ ഏട്ടൻ വന്നിട്ടുള്ളൂ. ഏട്ടൻ വന്ന സീക്വൻസ് ഒക്കെ കൈയടിക്കുന്ന രോമാഞ്ചമൊക്കെ എണ്ണീച്ചിരിക്കുന്ന സീനായിരുന്നു. എനിക്ക് തോന്നുന്നു തുടരുവിന് ശേഷം ഞാൻ ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. തുടരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയമുണ്ട്, ആ ഏട്ടന്റെ ജയിലിൽ നിന്ന് ചാടി വരുന്ന ഒരു സീനൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഈ കയ്യിൽ നിന്നുള്ള രോമമൊക്കെ എണ്ണീച്ച് പൊങ്ങുമായിരുന്നു. കാരണം അത്തരത്തിലുള്ള പീക്ക് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം അതിൽ കാഴ്ചവെച്ചത്. ഇതിലേക്ക് വരുവാണെങ്കിൽ അത്രയും വലിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. കുറച്ചു നേരമൊക്കെ നമ്മളെ ഒന്ന് പിടിച്ചിരുത്താൻ, ഉഷാറാക്കി ഇരുത്താനുള്ള സീക്വൻസ് ഒക്കെ ഏട്ടൻ ചെയ്തു വെച്ചിട്ടാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ട് ലാലേട്ടൻ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. താങ്ക് യു ലാലേട്ട, താങ്ക് യു. കാരണം ഈ ഒരു ക്യാമിയോ പോലെ വന്നെങ്കിലും ഞെട്ടിച്ചിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസ്. സോ എനിക്ക് എവിടേക്കോ ഇനി അടുത്ത പടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത അതിമനോഹരം വരാനുണ്ട്. സോ അതിനുവേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിംഗ് ഇരിക്കുകയാണ്. പിന്നെ ഇതിലെ ഒട്ടുമിക്ക ആക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ബേസ് ഓൾ ആക്ടേഴ്സ് ഗുഡ്. കാരണം പ്രകടനം നല്ല രീതിയിൽ തന്നെ എല്ലാവരും കാഴ്ചിട്ടുണ്ട്. പിന്നെ പറയാ, സിനിമയുടെ സ്റ്റോറിയാണ്. കാണുമ്പോൾ ചിലർക്ക് ക്ലീശയായിട്ട് തോന്നും, പക്ഷെ ഇത് ക്ലീശ സ്റ്റോറി ഒന്നും അല്ല. അത്യാവശ്യം ഇപ്പോഴത്തെ സമൂഹത്തിൽ എനിക്ക് പറ്റേ വർക്കായ ഒരു സ്റ്റോറിയാണ്. ഇപ്പോഴത്തെ സമൂഹത്തിൽ വേണ്ട ഒരു കഥയാണ്. ഇപ്പോഴത്തെ ആളുകൾ കാണേണ്ടതാണ്, ചെറുപ്പക്കാർ കാണേണ്ടതാണ്. മദ്യവും മയക്കുമരുന്നും ഒക്കെ അടിച്ചു കിടക്കുന്ന കുറെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലില്ലേ, അവന്മാരൊക്കെ കാണേണ്ട സിനിമയാണ്. അങ്ങനത്തെ ഉള്ള ലോക്കൽസുകൾ അല്ലെ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ ഓരോ ന്യൂസിലും കാണുന്നില്ലേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ പല രീതിയിലും മൈൻഡ് വെച്ച് കാണുന്ന കുറെ ഒരുതരം പട്ടികളെ പോലെ നോക്കുന്ന കുറെ ആളുകളില്ലേ, അങ്ങനെയുള്ളവർ കാണേണ്ട ഒരു പടമാണ്. സോ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സോ വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ഒരു ട്രീറ്റഡ് ആയിരുന്നു ഈ ഒരു സിനിമ. എനിക്ക് തോന്നുന്നു വിസ്മയുടെ കരിയറിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാവട്ടെ. ഇനി അവർക്ക് സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ, അവരുടെ പേടി മാറട്ടെ എന്നൊക്കെ എനിക്ക് പറയാം. കാരണം ഇനി ഉള്ള സിനിമകൾ ചെയ്തത് അവർ മനോഹരമാക്കി എടുക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഈ സിനിമയ്ക്കകത്ത് അവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററിലോട്ട് വിട്ടോ. ഗംഭീര പടം.